നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ ടെസ്ല കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ 2 കൗമാരക്കാർ കൊല്ലപ്പെട്ടു. ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ. UK-യിൽ നടന്ന ദാരുണമായ വാഹനാപകടത്തിൽ 2 കൗമാരക്കാർ മരണപ്പെടുകയും ഒരാൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുമാണ്. ശനിയാഴ്ച രാത്രി സറയിലെ ഓക്സ്ഫഡിന് സമീപം ഹസ്റ്റ് ഗ്രീനിൽ രാത്രി 10 മണിയോടെയാണ് സംഭവം നടന്നത്. നിയന്ത്രണം വിട്ട ഒരു വെള്ള ടെസ്ല കാർ റോഡരികിൽ നിർത്താതെ മുന്നോട്ടു പോയി ഒരു മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ദാരുണ സംഭവത്തിൽ അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഒരാൾ മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചു. പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മറ്റൊരാൾ പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട 3 യുവാക്കളും ഏകദേശം 19 വയസ്സുള്ളവരാണെന്ന് പോലീസ് അറിയിച്ചു. ഇവരുടെ കുടുംബങ്ങൾക്ക് വിവരം കൈമാറിയതായും പോലീസ് വ്യക്തമാക്കി. നിലവിൽ 3ാമത്തെ യുവാവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഹോളണ്ട് റോഡിലെ പോപ്സ് ലൈൻ ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. വാഹനം ഓടിച്ചിരുന്ന 30 വയസ്സുള്ള യുവാവ് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി സറേ പോലീസ് ദൃക്സാക്ഷികളുടെ സഹായം തേടിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾക്കായി പോലീസ് പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. ഈ അപകടത്തെ തുടർന്ന് ഹോളണ്ട് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നൈജൽ ഫരാജിന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലംഘിച്ചതിന് തെളിവില്ലെന്ന് വാച്ച് ഡോഗ്. റിഫോം UK പാർട്ടിയുടെ നേതാവ് നൈജൽ ഫരാജിനെതിരെയുണ്ടായ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് ഇലക്ടറൽ കമ്മീഷൻ. ഫരാജ് തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലംഘിച്ചുവെന്നതിന് വിശ്വസനീയമായ തെളിവുകളൊന്നും ലഭ്യമല്ലെന്ന് വ്യക്തമാക്കിയ കമ്മീഷൻ വിഷയത്തിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി അറിയിച്ചു. ക്ലാക്ടൺ മണ്ഡലത്തിൽ നിന്നുള്ള MP-യായ ഫരാജ് പ്രചാരണത്തിനായി നിശ്ചിത പരിധിയായ 20,660 പൗണ്ടിൽ കൂടുതൽ പണം ചിലവഴിച്ചുവെന്നായിരുന്നു പ്രധാന ആരോപണം. ഫരാജിന്റെ പ്രചാരണ ടീമിലെ മുൻ അംഗമായിരുന്ന റിച്ചാർഡ് എവററ്റാണ് ഈ പരാതി ഉന്നയിച്ചത്. പ്രചാരണ ലഘുലേഖകൾ, ബാനറുകൾ, ഓഫീസ് നവീകരണം എന്നിവയ്ക്കായി ചിലവഴിച്ച തുക കൃത്യമായി വെളിപ്പെടുത്തിയില്ല എന്നതായിരുന്നു പരാതിയുടെ കാതൽ. എന്നാൽ റിഫോം UKയുടെ ട്രഷറർക്ക് അയച്ച കത്തിൽ ഫരാജിന്റെ പ്രചാരണത്തിൽ മറച്ചുവെച്ച ചെലവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇലക്ടറൽ കമ്മീഷൻ വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതില്ലെന്ന് കമ്മീഷന്റെ തീരുമാനം. ഫരാജിനെതിരെ ഉയർന്ന പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഏജന്റ് പീറ്റർ ഹാരിസ് പ്രതികരിച്ചു. നേരത്തെ ഇതേ വിഷയത്തിൽ അന്വേഷണം നടത്താൻ കഴിയില്ലെന്ന് എസെക്സ് പോലീസും വ്യക്തമാക്കിയിരുന്നു. 2024 ജൂലൈയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 8,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഫരാജ് ക്ലാക്ടണിൽ വിജയിച്ചത്. ഇംഗ്ലണ്ടിൽ ഡോക്ടർമാരുടെ സമരം അവസാനിച്ചു. ആശുപത്രികൾ രോഗികളെ വീട്ടിലെത്തിക്കാൻ നെട്ടോട്ടത്തിൽ. 5 ദിവസം നീണ്ടുനിന്ന ഡോക്ടർമാരുടെ സമരം അവസാനിച്ചതിനെ തുടർന്ന് ക്രിസ്മസിന് മുമ്പായി രോഗികളെ വീടുകളിലേക്ക് തിരികെ അയക്കാനുള്ള തിരക്കിലാണ് ഇംഗ്ലണ്ടിലെ ആശുപത്രികൾ. സമരം മൂലം തടസ്സപ്പെട്ട ചികിത്സാക്രമം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും ആശുപത്രികൾ ഊർജിത ശ്രമം തുടങ്ങി. ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് റെസിഡന്റ് ഡോക്ടർമാർ നടത്തിയ ഈ 5 ദിവസത്തെ പണിമുടക്ക് നിരവധി ചികിത്സകളെയും അപ്പോയിന്റ്മെന്റുകളെയും സാരമായി ബാധിച്ചിരുന്നു. അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സീനിയർ ഡോക്ടർമാരെ നിയോഗിച്ചെങ്കിലും ആയിരക്കണക്കിന് ഓപ്പറേഷനുകളും ഔട്ട് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റുകളും മാറ്റിവെക്കേണ്ടി വന്നു. സമരത്തിന്റെ പൂർണ്ണമായ ആഘാതം ഇപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ആശുപത്രി ട്രസ്റ്റുകളെ പ്രതിനിധീകരിക്കുന്ന NHS കോൺഫെഡറേഷൻ അറിയിച്ചു. യെല്ലോ ഫീവർ കേസുകൾ വർദ്ധിച്ചുവരുന്നതിനിടയിലാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും സർക്കാരും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ട് സമരം നടന്നത്. പരിശീലനവും തൊഴിൽ സുരക്ഷയും സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാരിന്റെ പുതിയ വാഗ്ദാനം BMA അംഗങ്ങൾ തള്ളിക്കളയുകയായിരുന്നു. ഈ തൊഴിൽ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരവും നഷ്ടപ്പെട്ട പ്രൊഫഷണൽ മൂല്യം പുനഃസ്ഥാപിക്കാനുള്ള വിശ്വസനീയമായ മാർഗവുമാണ് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. പണപ്പെരുപ്പം കാരണം 2008-ലെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം ഇപ്പോഴും ഡോക്ടർമാർക്ക് കുറവാണെന്ന് യൂണിയൻ വാദിക്കുന്നു. 2026-ലെ ബാങ്ക് അവധി ദിനങ്ങളിൽ മാറ്റം. ബോക്സിംഗ് ഡേ മാറ്റിവെച്ചു. അധിക അവധി അനുവദിച്ചു. 2026-ലെ ബാങ്ക് അവധി ദിവസങ്ങളിൽ ചില പ്രധാന മാറ്റങ്ങൾ വരുത്തി UK സർക്കാർ പ്രഖ്യാപനം നടത്തി. ക്രിസ്മസ്, ബോക്സിംഗ് ഡേ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പ്രധാന മാറ്റങ്ങൾ വരുന്നത്. 2025-ലെ പോലെ തന്നെയായിരിക്കും 2026-ലെ മിക്ക അവധി ദിനങ്ങളും. പുതുവർഷ ദിനം ജനുവരി 1, ദുഃഖവെള്ളി April 3, ഈസ്റ്റർ തിങ്കൾ April 6, മെയ് ഡേ ബാങ്ക് ഹോളിഡേ May 4, ലേറ്റ് മെയ് ബാങ്ക് ഹോളിഡേ May 25, ഓഗസ്റ്റ് ബാങ്ക് ഹോളിഡേ August 31, ക്രിസ്മസ് December 25 എന്നിവയാണ് പ്രധാന അവധി ദിനങ്ങൾ.
2025 ഡിസംബർ 26 ബോക്സിംഗ് ഡേ ഒരു ശനിയാഴ്ചയായിട്ടാണ് വരുന്നത്. സാധാരണയായി ശനി ഞായർ ദിവസങ്ങളിൽ ബാങ്ക് അവധി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം സബ്സ്റ്റിറ്റ്യൂട്ട് അവധിയായി നൽകാറുണ്ട്. ഇതനുസരിച്ച് ഡിസംബർ 28 തിങ്കളാഴ്ച ഒരു അധിക അവധി ദിനമായി സർക്കാർ പ്രഖ്യാപിച്ചു. 2026 അവധി ദിനങ്ങളിൽ വ്യത്യാസമുണ്ടാകുമെന്ന് ലേബർ പാർട്ടി സർക്കാർ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു. 2026 ക്രിസ്മസ് ശനിയാഴ്ചയും ബോക്സിംഗ് ഡേ ഞായറാഴ്ചയുമാണ് വരുന്നത്. അതിനാൽ ആ ആഴ്ചയിൽ 2 അധിക അവധി ദിനങ്ങൾ കൂടി ലഭിക്കും. അതായത് ഡിസംബർ 27, ഡിസംബർ 28 എന്നീ ദിവസങ്ങൾ ബാങ്ക് അവധിയായിരിക്കും. പണ്ടുകാലത്ത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും മറ്റ് പൊതുസ്ഥാപനങ്ങളും വിശേഷ ദിവസങ്ങളിലും രാജകീയ ചടങ്ങുകളിലുമായി വർഷത്തിൽ ഏകദേശം 40 ദിവസത്തോളം അവധിയെടുക്കാറുണ്ടായിരുന്നു. പിന്നീട് ഇത് പരിഷ്കരിച്ചാണ് ഇന്നത്തെ രീതിയിലായത്. ഷ്രോപ്ഷെയർ കനാലിൽ സിങ്ക് ഹോൾ, 10 പേരെ രക്ഷപ്പെടുത്തി ബോട്ടുകൾ അപകടത്തിൽ. ഷ്രോപ്ഷെയറിലെ ഒരു കനാലിൽ പൊടുന്നനെ രൂപപ്പെട്ട സിങ്ക് ഹോൾ കാരണം 3 ബോട്ടുകൾ അപകടത്തിൽപ്പെടുകയും 10 പേരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെ 4:22 സംഭവം നടന്നത്. വിച്ച് ചർച്ചിലെ ന്യൂമിൽസ് ലെഫ്റ്റ് ബ്രിഡ്ജിന് സമീപമുള്ള ലെങ്കോലെൻ കനാലിലാണ് ഏകദേശം 50 മീറ്റർ നീളവും വീതിയുമുള്ള വിള്ളൽ രൂപപ്പെട്ടത്. ഈ വിള്ളൽ കാരണം കനാലിലെ ഒരു വലിയ ഭാഗം ഇടിഞ്ഞു താഴുകയും ചുറ്റുമുള്ള ഭൂമിയിലേക്ക് വലിയ അളവിൽ വെള്ളം ഒഴുകിപ്പോകുകയുമായിരുന്നു. അപകട സമയത്ത് കനാലിലുണ്ടായിരുന്ന 3 ബോട്ടുകൾ ഈ ഗർത്തത്തിൽ കുടുങ്ങിപ്പോയി. പ്രദേശവാസികൾക്ക് ഭൂകമ്പമാണെന്ന് തോന്നുന്നത്ര തീവ്രതയിലായിരുന്നു ഇതിന്റെ ആഘാതം. അടുത്തുള്ള പട്ടണമായ വിച്ച് ചർച്ചിലേക്ക് വെള്ളം കയറുമോ എന്ന ഭയവും ഉടലെടുത്തിരുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ അടിയന്തരമായി സ്ഥലത്തെത്തി. വെസ്റ്റ് മോസിയ പോലീസിന്റെ സഹായത്തോടെ കനാലിലുണ്ടായിരുന്ന 10 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. അഗ്നിശമന സേനാംഗങ്ങൾ സാഹസികമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അസ്ഥിരമായ ഭൂമിയും വേഗത്തിൽ നീങ്ങുന്ന വെള്ളവും നേരിട്ട് ജീവനക്കാർ സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കുകയും വെള്ളം ഒഴുകിപ്പോകുന്നത് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കനാൽ ആൻഡ് റിവർ ട്രസ്റ്റ് കാരണം അന്വേഷിക്കുകയും കനാലിലെ ജലനിരപ്പ് പുനഃസ്ഥാപിക്കാൻ ഏജൻസികളുമായി സഹകരിക്കുകയും ചെയ്യുന്നു. ബോട്ടുകളിലുണ്ടായിരുന്ന ഏകദേശം 12ഓളം താമസക്കാരെ സമീപത്തെ വെൽഫെയർ സെന്ററിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. സിറ്റി ആൻഡ് ഗിൽഡ്സ് എക്സിക്യൂട്ടീവുകൾക്ക് കോടികളുടെ ബോണസ്. ജീവനക്കാരുടെ ജോലി സാധ്യത പ്രതിസന്ധിയിൽ. പ്രമുഖ UK പരിശീലന സ്ഥാപനമായ സിറ്റി ആൻഡ് ഗിൽഡ്സ് സ്വകാര്യവൽക്കരിച്ചതിന് പിന്നാലെ അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കോടികളുടെ ബോണസുകളും ശമ്പള വർധനവും ലഭിച്ചതായി റിപ്പോർട്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ക്രിസ്റ്റി ഡൊണല്ലിക്ക് 1.7 മില്യൺ പൗണ്ടും ഫിനാൻസ് ഡയറക്ടർ അബീദ് ഇസ്മായിലിന് 1.2 മില്യൺ പൗണ്ടും ബോണസായി ലഭിച്ചതായാണ് വിവരം. ഇവരുടെ ശമ്പളത്തിലും ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യം ഏറെ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കാരണം സ്ഥാപനം സ്വകാര്യ കമ്പനിയായ പീപ്പിൾ സെർട്ടിന് വിറ്റതിന് പിന്നാലെ ഏകദേശം 22 മില്യൺ പൗണ്ടിന്റെ ചെലവ് ചുരുക്കൽ നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി നൂറുകണക്കിന് ജീവനക്കാരുടെ ജോലികൾ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റിയേക്കുമെന്നും സൂചനകളുണ്ട്. UK ജീവനക്കാരുടെ ചെലവ് കുറയ്ക്കുന്നതിനായി ഗ്രീസിലേക്ക് ജോലികൾ മാറ്റുന്നതിലൂടെ ഏകദേശം 50% ചെലവ് വരെ ചുരുക്കാൻ കഴിയുമെന്നും പീപ്പിൾ സെർട്ട് അവരുടെ അവതരണത്തിൽ സൂചിപ്പിക്കുന്നു. 1878 സ്ഥാപിക്കപ്പെട്ട സിറ്റി ആൻഡ് ഗിൽഡ്സ് ജാമി ഒലിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ചാരിറ്റിയായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം വിറ്റതിലൂടെ ലഭിച്ച 180 മുതൽ 200 മില്യൺ പൗണ്ട് തുക മെച്ചപ്പെട്ട അവസരങ്ങളും നിക്ഷേപവും വാഗ്ദാനം ചെയ്യുന്ന വാണിജ്യ ആവശ്യങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ബോണസുകളെക്കുറിച്ചുള്ള വാർത്തകൾ ജീവനക്കാർക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഡങ്കി ബോട്ടുകളിൽ ചാനൽ കടന്ന് 803 പേർ എത്തിയതിന്റെ ഭീതിജനക റിപ്പോർട്ട്. ലേബർ സർക്കാർ അഭയാർത്ഥി പ്രതിസന്ധിയിൽ പരാജയം. UK ചെറു ബോട്ടുകളിലൂടെയുള്ള അനധികൃത കുടിയേറ്റം വർദ്ധിക്കുന്നതിൽ ലേബർ സർക്കാർ വലിയ വിമർശനങ്ങൾ നേരിടുകയാണ്. നിയമപരമായ കുടിയേറ്റം നിയന്ത്രിക്കാൻ കർശന നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും ചെറു ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തുന്നവരെ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് വിമർശകർ ആരോപിക്കുന്നു. ഈ വർഷം ഇതുവരെ 41,000-ലധികം ആളുകൾ ഇത്തരം മാർഗങ്ങളിലൂടെ UK-യിലെത്തി. കഴിഞ്ഞ ശനിയാഴ്ച മാത്രം 13 ചെറിയ ബോട്ടുകളിലായി 803 പേരാണ് ഫ്രാൻസിൽ നിന്ന് ബ്രിട്ടനിലേക്ക് എത്തിയത്. ഇതോടെ 2024 ഇതുവരെ ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തിയവരുടെ എണ്ണം 41,455 ആയി. 2022 45,755 പേർ എത്തിയതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. ഒക്ടോബർ 8 ഒരു ദിവസം 1075 പേർ എത്തിയതിനു ശേഷം ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയതും ഈ ശനിയാഴ്ചയായിരുന്നു. ഡിസംബർ മാസങ്ങളിൽ സാധാരണയായി ആളുകൾ കുറവായിരിക്കുമെങ്കിലും ഈ ഡിസംബറിൽ ഇതുവരെ 2163 പേരെത്തിയിട്ടുണ്ട്. അഭയം ലഭിച്ച ഒരു പാകിസ്ഥാൻ പൗരനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും വിവാദമായിട്ടുണ്ട്. നേരത്തെ മയക്കുമരുന്ന് കേസുകൾ ഉൾപ്പെട്ടിരുന്ന ഇയാൾ ബ്രിട്ടനിൽ താമസിക്കാൻ അനുവാദം ലഭിച്ച തൊട്ടടുത്ത ദിവസം 2 സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നിട്ടും ഇയാളെ നാടുകടത്താനുള്ള തീരുമാനം അപ്പീൽ കോടതി റദ്ദാക്കിയത് മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കാരണമാക്കിയാണ്.
ഇത് UK-യിലെ അഭയാർത്ഥി നയങ്ങൾക്ക് നേരെയുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. മനുഷ്യക്കടത്ത് സംഘങ്ങളെ അമർച്ച ചെയ്യുമെന്ന ലേബർ സർക്കാരിന്റെ വാഗ്ദാനം വെള്ളത്തിൽ വരച്ച വരയായി മാറിയെന്ന് വിമർശകർ കുറ്റപ്പെടുത്തുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.